ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ട് നമുക്ക് സംഭവിച്ച കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം. ഉദ്യോഗസ്ഥർക്ക് മാതൃകാപരമായ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ഇവിടുത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. കൈയില്ലാത്തത് കൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് 3 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ ഈ ദിവസം പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ 9 വയസ്സുകാരുടെ അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ 3 മാസമായിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലേ? പിന്നീട് ഇപ്പം എന്താണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്? ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ വന്നു, പിന്നെ ആരോഗ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കാൻ വന്നു. മുഖ്യമന്ത്രിൻ്റെ അവിടേക്ക് പോയപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അവർ കോട്ടയത്ത് എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പോയി. അപ്പോൾ അതിൻ്റെ PA കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിൻ്റെ അവിടേക്ക് വന്നപ്പോൾ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചീഫ് സെക്രട്ടറിനെ കണ്ട് ഞങ്ങൾ അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അപേക്ഷ, നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ എന്താണ് പറഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു നടപടി ഞങ്ങൾ എല്ലാവരുടെയും പോയി കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നമ്മളിപ്പോൾ ഈ 2 ലക്ഷം രൂപയിൽ ഒതുക്കുകയാണെന്ന് പറയില്ല. നമ്മൾ ഈ 2 ലക്ഷം രൂപ വേണ്ട, ഇത് എന്താണ് മതിയായ പൈസയല്ല, നമുക്ക് വലിയൊരു തുക തന്നെ നമുക്ക് വേണം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞണം. പക്ഷെ നമുക്ക് ഇതുവരെ ആ 2 ലക്ഷം രൂപയല്ലാണ്ട് വേറെ ഒരു പൈസയും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ട് നമുക്ക് സംഭവിച്ച കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ എന്താണ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരു നോട്ടമില്ല അവർക്ക്. സത്യം പറഞ്ഞാൽ നമ്മളെ വന്ന് അവിടെ നിന്ന് ഈ കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഈ കുട്ടീനെയും കൊണ്ട് ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങി ഞങ്ങൾ വിമൻ ജസ്റ്റിസ് 2 മക്കളെ ഞാൻ വീട്ടിൽ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മായിമ്മൻ്റെ അവിടെ വിട്ടിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിലൊരു നിവേദനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തായാലും ഒരു നല്ല നടപടി നമുക്ക് കിട്ടിയേനെ വേണം. കാരണം ഇപ്പോൾ എന്താണ് പറഞ്ഞത്, നമുക്ക് ഈ 2 ലക്ഷം രൂപയിൽ ഒതുക്കുമെന്നും പോലും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു നടപടി എടുക്കുക തന്നെ വേണം. മുഖ്യമന്ത്രി ഇന്ന് കാണാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നാളെയോ മറ്റന്നാളോ ഇങ്ങനെ വരുള്ളൂ. പക്ഷേ ഞങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ട്, വന്നോളെയും കണ്ടോളെയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവർ കാണാൻ കഴിഞ്ഞില്ല. അവർക്കും തിരക്കുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവൻ്റെ അടുത്ത് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ സംഭവം നടന്നപ്പോൾ എങ്ങനെയായിരുന്നു മൊഴിയെടുപ്പ്? പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു, അല്ലെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാണോ ഈ സംഭവം നടന്നപ്പോൾ മൊഴിയെടുത്തത്? കോഴിക്കോടായിരുന്നു ഞങ്ങൾ ഇരുന്നത്, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇരിക്കുമ്പോഴാണ് നമ്മളെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ മൊഴിയെടുത്തിട്ട് പോയി. പിന്നെ വീട്ടിലും ഞങ്ങൾ ഡിസ്ചാർജായി വന്ന സമയത്തും മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊഴിയെടുത്തിട്ട് പോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു കുട്ടിക്ക് കൈ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ്? സാറ് പൈസ എല്ലാം തുകയെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അവർ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വിളിക്കും, എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങനെ വിളിക്കുകയായിരിക്കും. അവരെല്ലാ പൈസയും തുകയെല്ലാം അടച്ചു. പിന്നെ കയ്യിൻ്റെ അളവെടുത്തു, കയ്യിൻ്റെ കളർ എല്ലാമേ അവർ തന്നെ ചെയ്തു തരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇനി അവിടെ 3 ദിവസം തങ്ങാനുള്ള എല്ലാ ഇതും അവർ തന്നെ, ചിലവെല്ലാം അവർ തന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മോള് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, അവൾ സ്കൂളിൽ പോകുന്നില്ല. അവൾ ഇപ്പോൾ കൈയില്ലാത്തത് കൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്. ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ട്. അടുത്തൊന്നും നടക്കുന്നില്ല, വീട്ടിൽ തന്നെയാണല്ലോ. സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വന്നിട്ട് പോയി. പിന്നെ ടീച്ചർമാർ കുറേ ബുക്കുകളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ അടിക്കാനും കളറും കുറേ ബുക്കുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ടീച്ചർമാർ. സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കുക എന്നൊരു പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പേപ്പറാണത്. അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു പേപ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാലനികേതൻ പദ്ധതിയല്ല ഇത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിഷൻ വാത്സല്യ പദ്ധതി. അതായത് പിന്നെ കുട്ടിക്ക് 4000 രൂപ വെച്ച് മാസം 18 വയസ്സ് വരെ അതിന് സ്കോളർഷിപ്പ് നൽകുക. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ തരുന്നൊരു പിന്നെ സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു പേപ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഉൾപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു പേപ്പർ മാത്രം, അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയിട്ടില്ല, അതുമാത്രമാണ് തന്നിരിക്കുന്നത്. പിന്നെ ബാലനികേതൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിയുടെ പിന്നെ ഈ സർക്കാർ പറഞ്ഞ കൃത്രിമ കൈയുടെ കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള പേപ്പർ നമുക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അയച്ചു തന്നിട്ടില്ല. അതിൻ്റേതായ കാര്യങ്ങൾ അതിൻ്റെ ഓരോരോ ഘട്ടമനുസരിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു അത്തരത്തിലൊരു വിശദീകരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി അത്തരത്തിൽ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇവർക്ക് കൊടുക്കേണ്ട തുക ഇവരുടെ ഒരു പിന്നെ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് പിന്നെ സർക്കാർ കൊടുത്തതിൽ നിന്നും പിന്നെ ഒരു നഷ്ടപരിഹാരം കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിൽ, അതായത് ഹോസ്പിറ്റലിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥർക്ക് മാതൃകാപരമായ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ഇവിടുത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെ പിന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടത്തുമെന്നുള്ളൊരു വാക്കാലുറപ്പ് മാത്രമാണ് ഇവിടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളാദ്യം പിന്നെ അവിടെ തന്നെ ജില്ലാ കളക്ടർക്ക് നിവേദനം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂർ MLA നിന്ന് ഇപ്പോൾ മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി സാറിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിന് പിന്നെ SC കുടുംബമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് വിമൻസിൽ നിന്ന് നമ്മൾ അവിടെ നമ്മൾ നിവേദനം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ചൈൽഡ് ശിശുക്ഷേമ വകുപ്പിൽ നിന്നാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. കുട്ടിയെ സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ള ഉത്തരവ് അതിന് പ്രകാരമാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യങ്ങൾ നമ്മൾ തുടക്കം പോലെ അതിൻ്റെ പ്രൊസീജിയർ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മന്ത്രിയെ കാണുന്നതും ആരോഗ്യമന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കാണാൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റാണ് മുന്നോട്ട് നിൽക്കുന്നതിനോടൊപ്പം. 3 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഈ പാലക്കാട് നിന്നും ഈ കൊച്ചുകുട്ടിയും കൊണ്ട് ഈ അമ്മയും അച്ഛനും ഈ വണ്ടി കയറി വന്നിരിക്കുന്നത്. അതേസമയം ഈ മുഖ്യമന്ത്രിയെ കാണാൻ എന്തായാലും നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനൂസ്, തിരുവനന്തപുരം.